എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള ഉഴുന്നപ്പമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു അര കപ്പ് ഉഴുന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചെറു ചൂടിൽ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഉഴുന്നിൻ്റെ നിറമെല്ലാം മാറി ചെറിയൊരു ഗോൾഡ് കളറാകുവോളം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഉഴുന്നങ്ങനെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. സൈഡെല്ലാം ഒന്ന് മുരിഞ്ഞ് ചെറിയൊരു ഗോൾഡ് കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ചീനിച്ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. കോരി മാറ്റി വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. അതിനായിട്ട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. അടുത്തായിട്ട് തേങ്ങാക്കൊത്തൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെള്ളമെല്ലാം ഒന്ന് പറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അരമുറി തേങ്ങ കൊത്തിയെടുത്തത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡ് കളർ ആകുവോളം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് അങ്ങനെ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി അടുത്തായിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടത് ഉള്ളിയാണ്. ഒരു 10 ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്. കടുകൊക്കെ താളിക്കുമ്പോൾ അരിയുന്ന ഒരു പാകത്തിന് അരിഞ്ഞെടുത്തതാണ്. അതുകൂടി നമുക്കിനി വറുത്തെടുക്കണം. ഉള്ളിയും ഒരു ബ്രൗൺ കളർ ആകുവോളം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഉള്ളിയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അതും നമുക്കിനി കോരി മാറ്റാം. ഇത്രയും വറുത്തെടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ വറുത്തതിന് ശേഷം കുതിർത്തിയെടുത്ത ഉഴുന്നാണിത്. നന്നായിട്ട് കുതിർത്തിയെടുത്ത ഉഴുന്നായിരിക്കണം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് വേണ്ടത് ജീരകമാണ്. ഒരു ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. ഇനി ഇത് നമുക്ക് അപ്പം തയ്യാറാക്കാനായിട്ട് നല്ല അരിപ്പൊടിയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/2 കിലോ അരിയാണിത്. ഇത് നല്ല ഉണക്കലരി പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ളതാണ്. നല്ല പുട്ടിൻ്റെ പാകത്തിലാണ് നമ്മൾ പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി, തേങ്ങാക്കൊത്ത് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നനച്ചെടുക്കാം. മിക്സ് ചെയ്യുന്നതനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകും. നല്ലൊരു അടയുടെ ഒക്കെ പാകത്തിനാണ് നമുക്കിത് വേണ്ടത്. അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് നനച്ചെടുക്കാം. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ അടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി തീയെല്ലാം കത്തിച്ച് നമ്മളിനി ഉരുളിയിലാണ് അട ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. ഓട്ടുരുളിയിലാണ് നമ്മളിന്ന് ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. നല്ല കട്ടിയുള്ള പാത്രത്തിലാണ് എപ്പോഴും ചുട്ടെടുക്കേണ്ടത്. ഉരുളിയിലെ വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ വറുത്ത എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഉള്ളിൽ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ട് നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഉരുളിയിലേക്ക് മുഴുവൻ മാവ് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. മുഴുവൻ മാവും ഇട്ട് കൊടുത്തതിന് ശേഷം കൈവച്ച് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. കനം ഒരുപോലെ വരാൻ പാകത്തിന് നമുക്ക് മൊത്തത്തിലൊന്ന് കൈവച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം.
നന്നായിട്ട് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം. മൂടി വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം മൂടിയുടെ മേലെയായിട്ട് കുറച്ച് തീ കനൽ കൂട്ടുന്നുണ്ട്. അപ്പം നല്ല കനത്തിൽ വെച്ച് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ മോൾ ഭാഗം നന്നായിട്ട് ഉണങ്ങണമെങ്കിൽ മുകളിൽ നമ്മൾ കനൽ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. നല്ലപോലെ കനലിലൊന്ന് ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ മറു സൈഡിലേക്കും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറു സൈഡും കൂടി നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. മറു സൈഡും കൂടി ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പം റെഡിയാണ്. നല്ല പെസഹ ഉഴുന്നപ്പം. നമ്മുടെ അപ്പം അങ്ങനെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിച്ചു കൊള്ളുന്നു. ഇനി പുതിയൊരു വീഡിയോ കാണാം. അതുവരയ്ക്കും ബൈ.